മലപ്പുറം താനൂരിൽ നിന്നും നാടുവിട്ട പെൺകുട്ടികൾ എന്തിനാണ് പോയതെന്ന് വിശദമായി ചോദിച്ച് അറിയേണ്ടതുണ്ടെന്ന് മലപ്പുറം SP R വിശ്വനാഥ്. ടവർ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ സാധിച്ചത് അന്വേഷണത്തിൽ നിർണായകമായി. യാത്രയോടുള്ള താൽപര്യം കൊണ്ട് സ്വയം എടുത്ത തീരുമാനത്തിലാണ് കുട്ടികൾ പോയതെന്ന് SP പറയുന്നുണ്ട്. കുട്ടികളൊരു അഡ്വഞ്ചറസ് ടാങ്കിളിലാണ് പോയിരിക്കുന്നത്. പക്ഷേ കൂടെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി പുറത്ത് വന്നിട്ടുണ്ട്. അയാളെ നമ്മൾ ഇതിൻ്റെ തുടർ നടപടികളുടെ ഭാഗമായിട്ട് തിരിച്ചിവിടെ എത്താനായിട്ടുള്ള കാര്യം അതും ചെയ്യുന്നുണ്ട്. അപ്പം സ്വപ്രേരണയാൽ തന്നെ സ്വമേധയാ ഡിസിഷനോടുകൂടി തന്നെയാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് പാരൻസിൻ്റെ അടുത്തും ചോദിക്കുമ്പോൾ. ഇന്നൊരു ഈവനിങ്ങിൽ തിരിച്ച് ഫ്ലൈറ്റ് അവൈലബിലിറ്റി പരിമിതമാണ്. അപ്പം മോസ്റ്റ്ലി അവർ ഇന്നത്തെ ട്രെയിന് നാളെ നേരം ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇവിടെ എത്തുന്ന രീതിയിലാണ് നമ്മുടെ ട്രാവൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പെൺകുട്ടികളെ നാളെ ഉച്ചയോടെ തിരൂരിൽ എത്തിക്കും. വൈകുന്നേരം 5:30 പൂനെയിൽ നിന്ന് മടങ്ങും. മുംബൈയിൽ നിന്നാണ് കുട്ടികളെ കണ്ടെത്തിയത്. കുട്ടികളെ കണ്ടെത്തിയതിൽ സന്തോഷമുണ്ടെന്ന് അച്ഛൻ പ്രതികരിച്ചു. ഇന്ന് രാവിലെ കുട്ടികളോട് സംസാരിക്കാൻ പറ്റിയോ? ഇല്ല, ഒന്നും സംസാരിച്ചിട്ടില്ല. ഫോണിൽ സംസാരിച്ചിട്ടില്ല? ഇല്ല. ഇപ്പോൾ പൂനെയിൽ തന്നെയാണ്? പൂനെ റെയിൽവേ സ്റ്റേഷനിലുണ്ട്, RPFൻ്റെ ഓഫീസിലുണ്ട് എന്ന് പറഞ്ഞു. RPF ഓഫീസർ ഇന്നലെ വിളിച്ചിരുന്നു. മോള് സംസാരിച്ചപ്പോൾ ഈ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞിരുന്നോ? ഇങ്ങോട്ട് വരാനുള്ള വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ വരാം എന്നവർ പറഞ്ഞു. മോളുടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് അങ്ങോട്ട് പറഞ്ഞ് അവളെ ഹാപ്പിയിലാണ്. നമ്മളൊക്കെ മുൻമുനെ നിർത്തിക്കൊണ്ട് അവർ ഹാപ്പിയാണ്. ഇപ്പോൾ ഏറെ ആശ്വാസകരമായല്ലോ. ആശ്വാസം തന്നെയാണ്. മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്താണ് ചേരുന്നത്. ശാന്തകുമാർ, ഈ പാരൻസിനോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ്? കുട്ടികൾ ചെറിയ കാര്യങ്ങൾക്കായിരിക്കും ഒരു പക്ഷേ വീട് വിട്ട് പോകുന്നത്. അപ്പോഴും അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നത് സംബന്ധിച്ച് നമുക്ക് എന്തെങ്കിലും സൂചനകൾ കിട്ടുന്നുണ്ടോ? ഒപ്പം ഇതിൽ മറ്റു ചിലരുടെ പങ്കാളിത്തമുണ്ട് ഈ കുട്ടികൾ നാട് വിട്ടുപോകുന്നതിന്. അവരെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? അവരുടെ പശ്ചാത്തലമൊക്കെ മനസ്സിലാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ ഒരു കുട്ടിയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അനുവദിക്കുന്നില്ല വീട്ടുകാർ എന്നുള്ള ഒരു പരാതി കുട്ടിക്ക് നേരത്തെയുണ്ട്. അത് വീട്ടുകാരോടുള്ള ഒരു എതിർപ്പ് മൂലമാണ് ഇങ്ങനെ വീട് വിട്ടുപോകാൻ കാരണമെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതുതന്നെയാണ് പേരൻസിനും ഏകദേശം അങ്ങനെ തന്നെയാണ് അവരും സൂചിപ്പിക്കുന്നത്. പല നിയന്ത്രണങ്ങളും വീട്ടിൽ ഉണ്ടായിരുന്നു, അത് അവർ അനുസരിക്കാൻ അവർക്ക് തയ്യാറായിരുന്നില്ല. അത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് രക്ഷിതാക്കളും പറയുന്നത്. എന്തായാലും ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട മഞ്ചേരിയിലുള്ള അബ്ദുൾ റഹീം എന്ന ഒരു യുവാവുമായിട്ടുള്ള സൗഹൃദം ഉണ്ടായിരുന്നു. ആ യുവാവാണ് ഇവരെ ബോംബെയിലേക്ക് പോകുമ്പോൾ ട്രെയിനിന് സഹായം ഉണ്ടായിരുന്നത്. പക്ഷേ ആ യുവാവ് നിർബന്ധിച്ചു കൊണ്ടുപോയതല്ല, ഇവരുടെ നിർബന്ധത്തിന്, ഈ പെൺകുട്ടികളുടെ നിർബന്ധത്തിന് ആ യുവാവ് കൂടെ പോയത് എന്നാണ് പോലീസിന് മനസ്സിലായിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ആ യുവാവ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒരു പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ ഇത്തരം യാത്ര ചെയ്യുന്നതിനും യാത്രയ്ക്ക് കൊണ്ടുപോകാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചെല്ലാം പോലീസ് ഗൗരവമായി കാണുന്നുണ്ട്. നിയമപരമായി അത്തരം കാര്യങ്ങളിലേക്ക് പോകും. പക്ഷെ അതിന് പെൺകുട്ടികൾ വന്നതിന് ശേഷം തിരൂരിലെത്തിയതിനു ശേഷം വിശദമായി അവരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രമായിരിക്കും തുടർ നടപടികൾ എന്നാണ് SP-യും പറയുന്നത്. എന്തായാലും അവർ കേരള പോലീസ് ഇന്ന് ഒരു 1:30 മണിയോടുകൂടി പൂനെയിലെത്തും. അവിടെ നിന്നും അവിടുത്തെ ജൂനിയർ കോർട്ടിൽ ഹാജരാക്കിയ ശേഷം ഈ കുട്ടികളുമായി ഇന്ന് വൈകിട്ട് 5:30 അവിടെ നിന്നുള്ള ഗരീബ് രഥ് ട്രെയിനിലാണ് അവർ പോരാൻ ഇന്ന് ടിക്കറ്റ് എല്ലാം എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നാളെ ഉച്ചയോടുകൂടി തിരൂരിലെത്തും. അതിനുശേഷം ഇവിടെ കോടതിയിൽ ഹാജരാക്കി തുടർ നടപടികളും ആയിട്ട് പോയി രക്ഷിതാക്കൾക്ക് കുട്ടികളെ ഏൽപ്പിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് പോലീസ് നിർവഹിക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മളുടെ ജില്ലാ പോലീസ് മേധാവിയും പറഞ്ഞത്. എന്തായാലും ഈ സഹായിയുടെ പ്രേരണയും ഇല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അവരെ ഏത് തരത്തിൽ ഇവരെ സഹായിച്ചിട്ടുണ്ട്, ഇവയെല്ലാം പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. നിയമപരമായ നടപടികളിലേക്ക് മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസും തീരുമാനിച്ചിരിക്കുന്നത്. ലക്ഷ്മി.